അപ്പോൾ ഞങ്ങളുണ്ടാക്കി ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ബൺ മസ്കയും ഇറാനി ചായയും. ഇപ്പോൾ റെസിപ്പി വേണ്ടൊരു ദേ പോരെ. ആദ്യം തന്നെ സോൾട്ട് ഇല്ലാത്ത ബട്ടർ എടുക്കുക. സോ അത് റൂം ടെമ്പറേച്ചർ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ബട്ടർ നമ്മൾ നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലവണ്ണം മെൽറ്റായ ബട്ടർ ആയതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചിട്ട് ഉടയ്ക്കുകയാണ്. ഇങ്ങനെയുള്ളതെന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് യൂസ് ചെയ്താലും മതി. സോ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറിലോട്ട് നമ്മൾ നമ്മുടെ കണ്ടൻസ് മിൽക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു സ്മൂത്ത് പരിവാവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഈ ബണ്ണുണ്ടല്ലോ, ഈ ബണ്ണ് നമ്മൾ മുറിച്ചതിന് ശേഷം അതിലോട്ട് ഈ മാറ്റി വെച്ച ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. ബണ്ണൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ മറക്കരുത് ബട്ടറിൽ. സോ ഞാനതിൽ കാണിച്ചിട്ടില്ല എന്നുള്ളൂ. ഇറാനി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാലിൽ കുറച്ച് കണ്ടൻസ് മിൽക്കൊക്കെ ഒഴിച്ചതിന് ശേഷം പാൽ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അതേസമയം അപ്പുറത്ത് വേറൊരു ചായപാത്രത്തിൽ നമ്മുടെ സ്പൈസസുകളൊക്കെ ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം അതും ഒന്ന് പറ്റിച്ചെടുക്കുക. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മധുരം പോരാന്നുണ്ടെങ്കിൽ നോർമൽ ഷുഗർ ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. സോ നമ്മുടെ ഇറാനി ചായയും നമ്മുടെ ബൺ മസ്കയും റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവർ പെട്ടെന്ന് പോയി ട്രൈ ചെയ്തു.